ഹായ് ഹലോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചാമ്പയ്ക്കയുടെ വിശേഷങ്ങളാണ് കേട്ടോ. ചാമ്പയ്ക്ക വെറും ചില്ലറക്കാരനല്ല. അപ്പം നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെയാണ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെള്ളം ഒരുപാടുള്ള ഈ ചാമ്പയ്ക്കയിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദിവസം മിതമായി ചാമ്പയ്ക്ക കഴിച്ചാൽ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ തൊടികളിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന ഒരു ചെറിയ വൃക്ഷമാണ് അല്ലേ ചാമ്പയ്ക്ക. ഇതിന് നമ്മൾ മറ്റു ഫലങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സ്വീകാര്യതയൊന്നും ഇതിന് കൊടുക്കുന്നില്ല അല്ലേ. പലപ്പോഴായിട്ട് അത് എന്താ പറയുക, താഴെ വീണ് ഇങ്ങനെ ചുമ്മാ നശിച്ചു പോണതാണ് കാണുന്നത്. അപ്പം അധികം ആരും അത് കഴിക്കാൻ നോക്കാറില്ല. ഞാനായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷെ നമുക്കിതിനെക്കുറിച്ച് ഒരുപാട് അറിഞ്ഞാലാണ് ഇതിൽ എന്താ പറയുക, ഒരെണ്ണം പോലും നമ്മൾ കളയൂല കേട്ടോ. അത്രയും എന്താ പറയുക, നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു കുഞ്ഞ് ഫലമാണ് നമ്മുടെ ഈ ചാമ്പയ്ക്ക. കുട്ടിക്കാലത്ത് നമ്മൾ വെളിച്ചെണ്ണയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായി തിരുമ്മി കഴിക്കാറുണ്ട് അല്ലേ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോഴും കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ. ഞാനൊക്കെ കഴിക്കാറുണ്ട്. പക്ഷെ കുറേ അധികം നമ്മൾ നിലത്ത് വീണ് പാഴായി പോകണതാണ് കണ്ടേക്കണത്. ഇനി മുതൽ ഒരിക്കലും അത് പാഴാക്കരുത്. അതിൻ്റെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ശരീരത്തിന് ജലാംശം നൽകുന്നു. ചാമ്പയ്ക്കയിൽ ഏകദേശം 90% വരെ വെള്ളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. വേനൽക്കാലത്ത് ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് വേനൽക്കാലത്ത് ഡെയിലി മിതമായി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ചാമ്പയ്ക്ക. ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ലഘു ഭക്ഷണമാണ് കേട്ടോ നമ്മുടെ ഈ ചാമ്പയ്ക്ക. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഡെയിലി കുറച്ചൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമാണ് കേട്ടോ. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും, മലബന്ധം കുറയ്ക്കാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ മിതമായി കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യും കേട്ടോ. പൊട്ടാസ്യം അടങ്ങിയതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായകമായേക്കാം. അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക നിസ്സാരക്കാരനല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്തിടണം കേട്ടോ. നമ്മുടെ ഈ ചാമ്പയ്ക്കയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കോശങ്ങളെ സംരക്ഷിക്കാനും ശരീരത്തിൻ്റെ പൊതുവായ ആരോഗ്യത്തിന് സഹായിക്കും കേട്ടോ. പ്രമേഹ രോഗികൾക്ക് മിതമായ അളവിലൊക്കെ കഴിക്കാം കേട്ടോ. പഞ്ചസാരയുടെ അളവ് താരതമ്യേന കുറവായതിനാൽ മിതമായി കഴിക്കുന്നത് പലർക്കും അനുയോജ്യമായേക്കാം. എന്നാൽ വ്യക്തിഗത ആരോഗ്യനില അനുസരിച്ച് ഡോക്ടറുടെ ഉപദേശം പാലിക്കണം കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർ ഡോക്ടർ പറയുന്നതിനനുസരിച്ച് കഴിക്കാം കേട്ടോ. അതുപോലെ ചാമ്പയ്ക്ക കഴിക്കുന്നത് കൊണ്ട് ചർമ്മത്തിന് നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ. കാരണം വിറ്റാമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് സഹായകരമാണ് കേട്ടോ. വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് വയറിളക്ക സമയത്തൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകളിലെ സ്തനാർബുദം ചെറുക്കാൻ സഹായിക്കും എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.